ചാലിശ്ശേരി മുലയമ്പറമ്പത്തുകാവ് പൂരം വെള്ളിയാഴ്ച വിവിധ പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് കേന്ദ്ര പുരാഘോഷ കമ്മിറ്റി ഭാരവാഹികൾ കൂറ്റനാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പാലക്കാട്, മലപ്പുറം, തൃശൂർ ജില്ലകളിലെ സംഗമഭൂമിയായ മുലയമ്പറമ്പത്തുകാവ് പൂരം കാണാൻ 96 തട്ടങ്ങളിൽ നിന്നായി ആയിരങ്ങൾ ചാലിശ്ശേരിയിലെത്തുമെന്നും ഉത്സവത്തിന് ഒരുക്കം പൂർത്തിയായതെന്നും ഭാരവാഹികൾ അറിയിച്ചു. വെള്ളിയാഴ്ച ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ നടക്കും. ഉച്ചയ്ക്ക് 5 ആനകളെ അകമ്പടിയോടെ ദേവസ്വം പൂരം എഴുന്നള്ളിക്കും. ഉച്ചയ്ക്ക് 2ഓടെ 3 ജില്ലകളിൽ നിന്നുള്ള 33ഓളം ആനപ്പൂരങ്ങൾ വൈകിട്ട് 5:30 മൈതാനത്തേക്ക് എത്തും. വൈകുന്നേരം 6:30 മുതൽ 7:30 വരെ നടക്കുന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ തലയെടുപ്പുള്ള 35ഓളം ഗജവീരന്മാർ അണിനിരക്കും. മേളപ്രമാണി ചേരനെല്ലൂർ ശങ്കരകുട്ടിമാരാരുടെ നേതൃത്വത്തിൽ ഗംഭീരമേളവും അരങ്ങേറും. 6:30 ശേഷം തെയ്യം, തിറ, കരിങ്കാളി, ചോഴി, പൂതൻ, കരിങ്കാളിക്കൂട്ടങ്ങൾ, ഇനകാളകൾ, ശിങ്കാരിമേളം, തപ്പുമേളം, കാവടി തുടങ്ങിയ നാടൻ കലകളും പരമ്പരാഗത വേലകളും അണിനിരക്കും. പൂരത്തിന്റെ ഭാഗമായി വ്യാഴാഴ്ച വൈകിട്ട് 5 മുതൽ പ്രസിദ്ധമായ പതിരി വാണിഭം നടക്കും. മത്സ്യവാണിഭത്തിന് പുറമെ കാർഷിക ഉൽപ്പന്നങ്ങളും ഉപകരണങ്ങളും മൺപാത്രങ്ങളും വാണിഭത്തിൽ ഇടം പിടിക്കും. വടക്കേ ഇന്ത്യയിൽ നിന്നുള്ള മുത്തുമാലകൾ, കളിക്കോപ്പുകൾ, പാത്രങ്ങൾ എന്നിവ മുതൽ കൊട്ട, വട്ടി, ചക്ക, മാങ്ങ, ചൂരൽ വരെ ഇവിടെ വിൽപ്പനയ്ക്കെത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ കേന്ദ്ര പുരാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് കെ മുരളി, ട്രഷറർ CK സുഷി, PP രതീഷ് മേനോൻ, KK സുബീഷ്, പ്രദീപ് ചെറുവാശ്ശേരി എന്നിവർ പങ്കെടുത്തു. ചാലിശ്ശേരി ശ്രീ മുലയമ്പറമ്പ് ക്ഷേത്ര പൂരമഹോത്സവം ഈ വരുന്ന 2027-28 തീയതികളിലാണ് നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ കഴിഞ്ഞ 25-ാം തീയതി മുതൽ തന്നെ നമ്മുടെ ഒരു 3.5 കോടി ഇൻഷുറൻസിൻ്റെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അത് 5-7 ദിവസത്തെ ഇൻഷുറൻസ് വലിക്കുകയാണുള്ളത്. അത് 25-ാം തീയതി മുതലാണ് ഇൻഷുറൻസിൻ്റെ പൂരത്തിൻ്റെ ഭാഗമായിട്ട് 25-ാം തീയതി മുതൽ മാർച്ച് 2-ാം തീയതി വരെയാണ് അതിൻ്റെ കാലാവധി. നമ്മൾ പൂരത്തിനോട് മെയിൻ നമ്മുടെ പ്രധാനമായിട്ടുള്ളത് നമുക്ക് സുരക്ഷാ ക്രമീകരണത്തിൻ്റെ ഭാഗമായിട്ട് ഇൻഷുറൻസ് തന്നെയാണ്. എന്നുവെച്ചാൽ പൂരത്തിന് ഒരുപാട് ജനങ്ങൾ വരുന്ന ക്ഷേത്രമാണ് മുലയമ്പറമ്പ് ക്ഷേത്രം. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ഒരു സുരക്ഷ, പിന്നെ പോലീസ് സജ്ജീകരണങ്ങൾ 100-200ഓളം പോലീസ് സേന എന്തായാലും ഉണ്ടാവും. പിന്നെ ട്രാഫിക് നിയന്ത്രണത്തിന് വേണ്ടിയിട്ട് പിന്നെ ഈ ഡോമ കെയറിൻ്റെ ഒരു 20 പേരും, അതുകൂടാതെ ഡോമ കെയറിൻ്റെ ട്രാഫിക് സെക്ഷനിൽ ഒരു 50 പേരും, അങ്ങനെ മൊത്തം 80, 200-ലാനും പോലീസുകാരും ഈ ഡോമ കെയറിൻ്റെ ആൾക്കാരും നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട്. അതുപോലെ ഫയർ ഫോഴ്സിൻ്റെ ആൾക്കാർ, ഫയർ സേഫ്റ്റിയുടെ ആൾക്കാരുണ്ടാവും. പിന്നെ നമ്മൾ പ്രധാനമായിട്ട് നമുക്കവിടെ വരുന്നത് ഈ വരവാണ്. വരവ് നമ്മൾ പിന്നെ 6:30 മുതൽ 7:30 വരെയാണ് കൂട്ടിയെഴുന്നള്ളിപ്പ്. അതിന് പ്രധാനപ്പെട്ട കേരളത്തിലെ എല്ലാവിധ വലിയ ഗജവീരന്മാരും പങ്കെടുക്കുന്ന ഉത്സവമാണ് ചാലിശ്ശേരി ശ്രീ മുലയമ്പറമ്പത്ത് ക്ഷേത്രം. അതിന് മെയിനായിട്ട് ഇപ്പോൾ നമുക്ക് വേണ്ടത് നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ടാണ്. എന്താ കാര്യം, പൂരത്തിന് വാണിഭം മുതൽ ജനത്തിരക്ക് അനുഭവപ്പെടുകയാണ്. അതുപോലെ തന്നെ ഈ 6:30-ക്ക് തുടങ്ങുന്ന കൂട്ടിയെഴുപ്പിന് ഏകദേശം 46ഓളം ഗജവീരന്മാർ അണിനിരക്കും. അതുപോലെ 6:30-ക്ക് ശേഷം ക്ഷേത്ര മൈതാനത്തേക്ക് ഈ ആനയില്ലാത്ത പരിപാടികൾ, ശിങ്കാരിമേളം, ഇണക്കാളുകൾ, തറ, പൂതൻ, തെയ്യം, കാവടിയാട്ടം, അത്തരം കലാരൂപങ്ങളെല്ലാം 6:30-ക്ക് ശേഷമാണ് ക്ഷേത്രത്തിലെത്തിച്ചേരുക. അതുപോലെ തന്നെ സുരക്ഷയുടെ ഭാഗമായിട്ട് എലിഫൻ്റ് സ്ക്വാഡിൻ്റെ 2 യൂണിറ്റ് സജ്ജീകരിച്ചിട്ടുണ്ട്. അതുപോലെ ഫസ്റ്റ് എയ്ഡ്, PHCയുടെ സേവനം, ഡോക്ടർമാരുൾപ്പെടെയുള്ള സേവനം, അതുപോലെ 1-2 പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലെ സേവനം, ഇതെല്ലാം സുരക്ഷയുടെ ഭാഗമായിട്ടുണ്ട്. അതുപോലെ ചാലിശ്ശേരി മെയിൻ റോഡ് മുതൽ ക്ഷേത്ര മൈതാനവും അതുപോലെ തന്നെ പരിസരം മുഴുവൻ CCTVയുടെ നിരീക്ഷണത്തിലാണ്. ചാലിശ്ശേരി പൂരം എന്ന് പറഞ്ഞാൽ 3 ജില്ലകളിൽ നിന്നും പൂരം എത്തുന്ന ഒരു ക്ഷേത്രമാണ്. മലപ്പുറം ജില്ലയിൽ നിന്നും അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിൽ നിന്നും കൂടുതൽ വരവ് പൂരങ്ങൾ ഉള്ള ഒരു പൂരമാണ് ചാലിശ്ശേരി. ഇതിൻ്റെ നടത്തിപ്പിന് മറ്റുള്ള ജില്ലകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരുടെ സഹായ സഹകരണങ്ങളും നമുക്ക് ലഭിക്കാറുണ്ട്.
അതുപോലെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കുന്നതിന് വേണ്ടി ഫാമിലി കോർട്ട്, അതുപോലെ റൈഡുകൾ, യന്ത്രൂഞ്ഞാൽ, മരണക്കിണർ, അത്തരം സംഭവങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ, അതായത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കൂത്ത് തുടങ്ങിയിട്ട് കുംഭമാസം 5-ാം തീയതി കൂത്ത് തുടങ്ങും. അത് കുംഭമാസം 17-ാം തീയതി ഈ പൂരത്തോടു കൂടി ക്ഷേത്രത്തിലെ ആ ഒരു ചടങ്ങ് കൂടി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. പിന്നെ പൂരം എന്ന് പറഞ്ഞാൽ പൂരത്തലേന്നാണ് പ്രത്യേകിച്ച് ചാലിശ്ശേരിയിൽ വാണിഭം എന്ന് പറയുന്ന ഒരു സംഭവം. അത് ഈ പരിസരത്ത് ഏറ്റവും വലിയ ഒരു സംഭവം തന്നെയാണ്. കൂടുതൽ ആളുകൾ എത്തുക മാത്രമല്ല, കാർഷിക മേഖലയിലെ കാർഷിക ഉൽപ്പന്നങ്ങൾ കർഷകർ കൊടുന്ന് വിൽക്കുകയും അതുപോലെ തന്നെ കാർഷിക ഉപകരണങ്ങൾ കർഷകർക്ക് കിട്ടുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഈ കൊയ്ത്ത് കഴിഞ്ഞ പതിര്, അതായത് നമ്മൾ നെല്ലിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട പതിര് കൊണ്ടുവന്ന് ഉണക്ക മത്സ്യം വാങ്ങിയിരുന്ന ഒരു കാലമായിരുന്നു പതിർ വാണിഭം എന്ന് മുന്നേ പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ പതിര് മാറ്റം ചെയ്യുന്ന ആ സമ്പ്രദായം ഇല്ല. ഇപ്പോൾ പച്ചമത്സ്യമാണ് ഈ വാണിഭത്തിൻ്റെ പ്രധാന ഐറ്റം. എങ്കിലും ഈ പല നമ്മുടെ പഴയ കാലത്തെ നാട്ടുചന്തകളെ അനുസ്മരിക്കുന്ന പല ഒരുവിധമുള്ള സാധനങ്ങൾ, ചന്ത എന്ന സ്ഥിതിയിൽ എല്ലാവിധ സാധനങ്ങളും ലഭിക്കുന്ന ഒരു വാണിഭമാണ് ഈ പതിർ വാണിഭം. മലപ്പുറം ജില്ലകളുടെ സംഗമ ഭൂമി എന്ന് പറയുന്നത് പോലെ തന്നെ ചാലിശ്ശേരി സംഗമഭൂമിയാണെന്ന് പറയുന്ന അത് അക്ഷരാർത്ഥത്തിൽ അത് തെളിയിച്ചുകൊണ്ട് തന്നെയാണ് അവിടുത്തെ കാര്യങ്ങളും ഉണ്ടാകാറ്. കാരണം 3 ഈ ജില്ലകളിലായിട്ടാണ് ക്ഷേത്രത്തിന്റെ തട്ടകം സ്ഥിതി ചെയ്യുന്നത്. 96-98 ദേശങ്ങളാണ് സാധാരണ, 96-98 എന്നുള്ള ഒരു ആ രൂപത്തിലാണ് അത്ര ദേശങ്ങളുടെ തട്ടകത്തമ്മയായിട്ടാണ് മുല്ലയമ്മറമ്പത്തമ്മ വാണാരുള്ളുന്നത് എന്നതാണ് സങ്കല്പം. അതുപോലെ തന്നെ 3 ജില്ലകളിൽ നിന്നും ആയിട്ടുള്ള എഴുന്നള്ളിപ്പുകൾ ഈ ചാലിശ്ശേരിയിൽ എത്തിപ്പെടാറുണ്ട്. അത് കേരളത്തിൽ തന്നെ വളരെ അപൂർവമായിരിക്കും ഇങ്ങനെ 3 ജില്ലകളിൽ നിന്നും ഒരു സ്ഥലത്തേക്ക്, ഒരു ക്ഷേത്രത്തിലേക്ക് ഈ ഉത്സവം, പ്രാദേശിക ഉത്സവാഘോഷ കമ്മിറ്റിക്കാരുടെ പരിപാടികൾ എത്തിച്ചേരുക എന്നുള്ളത് വളരെ അപൂർവമായിരിക്കും. അതുപോലെ തന്നെ നേരത്തെ സുഷിയേട്ടൻ പറഞ്ഞതുപോലെ തന്നെ സാധാരണ വിഷുവിനോ ഓണത്തിന് അതുപോലെ പെരുന്നാളിനോ വലിയ ഒക്കെ എത്തിപ്പെടാത്ത പ്രവാസികൾ, സാധാരണ വിദേശത്തുള്ളവരെ എത്താറുള്ളത് മിക്കവാറും ഈ അവര് എങ്ങനെയെങ്കിലും നമ്മുടെ ഈ ചാലിശ്ശേരി പൂരത്തിന് എത്തും എന്നുള്ളത് വളരെ ഒരു കൗതുകകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. അത് എല്ലാ വർഷവും കണ്ടുവരാറുണ്ട്. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൂരത്തിനേക്കാൾ പെരുമയർപ്പിച്ച് ചരിത്ര പെരുമയുള്ളതാണ് നേരത്തെ പറഞ്ഞ അതിന്റെ വിശദാംശങ്ങൾ നേരത്തെ സുഷേഷനും പ്രസിഡന്റും ഒക്കെ പറയുകയുണ്ടായി. അപ്പോൾ അത്ര ഐതിഹ്യ പെരുമയാർന്നതാണ് ഈ പതിർവാണിഭം എന്ന് പറഞ്ഞാൽ. ഇപ്പോ വാണിഭം എന്ന് മാറ്റിട്ട് ചുരുക്കത്തില് എന്നാണ് സാധാരണ ആൾക്കാർ ചോദിക്കാറ്. ചാലിശ്ശേരി വാണിയം എന്നാണ് പറയുന്നത്. വാണിയം ലോപിച്ച് വാണിയം എന്നായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോ ആ വാണിയത്തിന്റെ തലേ ദിവസം, വാണിഭത്തിന്റെ അന്ന് വൈകിട്ട് തുടങ്ങുന്ന ആ തിരക്ക് തുടർച്ചയായിട്ട് ആ മൈതാനം മുഴുവൻ നിറയുന്ന രൂപത്തില് പിറ്റേ ദിവസം രാവിലെ വരെ ആ വാണിഭം തുറന്നുകൊണ്ടിരിക്കാറുണ്ട്. അതേപോലെ തന്നെ വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ, കേന്ദ്ര പൂരാഘോഷ കമ്മിറ്റി പറയുന്നത് പോലെ തന്നെ ഇപ്പൊ നേരത്തെ കഴിഞ്ഞ ദിവസം കമ്മിറ്റി എല്ലാവരുടെയും യോഗം ചേർത്തിരുന്നു, ഭാരവാഹികളുടെയും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരുടെയൊക്കെ യോഗം. അപ്പോൾ പൂരാഘോഷ കമ്മിറ്റിയുമായി സഹകരിച്ചുകൊണ്ട് പൂരാഘോഷ കമ്മിറ്റിക്ക് നിയന്ത്രിക്കേണ്ട ഒരു അവസ്ഥ അവിടെ വരാറില്ല എന്നാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. കാരണം ഞാൻ അവിടെ സ്റ്റേജിൽ അനൗൺസ് ചെയ്യാനിരിക്കാനാണ്. അപ്പൊ എനിക്ക് നന്നായിട്ട് അറിയാം പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ വളരെ ഫ്രീ ആയിട്ട് നടക്കാൻ, അതായത് എല്ലാവരെയും നോക്കിക്കൊണ്ട് നടക്കും. അതായത് ആരെയും നിയന്ത്രിക്കേണ്ട ഒരു അവസ്ഥ വരാറില്ല. കാരണം പ്രാദേശിക ഉത്സവാഘോഷ കമ്മിറ്റിക്കാരെല്ലാവരും തന്നെ വളരെയധികം കേന്ദ്ര പൂരാഘോഷ കമ്മിറ്റിയുമായിട്ട് സഹകരിച്ചുകൊണ്ടാണ് അവർ നമ്മുടെ പരിപാടി കൊണ്ടുവരാറ് എന്നുള്ളത് അവർക്ക് കേന്ദ്ര പുരാഘോഷ കമ്മിറ്റിയുടെ നന്ദി അറിയിക്കണം.